അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഈ പ്രായത്തിൽ ഇങ്ങനെ മടി പിടിച്ചാലോ? മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ശരി. വീട്ടിൽ നിന്ന് അമ്മയാണ് മുട്ടിന്റെ സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇതുവരെ അച്ഛൻ പണിക്ക് പോയിട്ടില്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യൻ. ഇത് തന്നെടാ എന്റെ വീട്ടിലും പ്രശ്നം. എന്റെ ഭാര്യ ഇന്നലെ ഫോൺ വിളിച്ച് പറയാ അവക്ക് ജോലി ചെയ്ത് മടുത്തു, എന്നോട് ജോലിക്ക് പോവാൻ. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അളിയാ? യാതൊരു ആവശ്യമില്ല. അതും ഞാനൊരു ഫെമിനിസ്റ്റും കൂടാ. എടാ, നമുക്കൊരു ലക്ഷ്യമില്ല. നമ്മൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. ഇനിയൊരു 3-4 കൊല്ലം കൂടെ തന്നാൽ ഒരു ഷോർട്ട് ഫിലിം എങ്കിലും നമ്മൾ ചെയ്യില്ലേ? പിന്നല്ലാതെ. നമുക്ക് നമ്മുടെ സീനിലേക്ക് വരാം. പൊൻകിരണങ്ങൾ പൊട്ടിവിടരുന്ന പ്രഭാതത്തിൽ വയലരികിലൂടെ നടന്നു വരികയാണ് നമ്മുടെ കഥാനായകൻ. അയ്യോ, പണിക്കരമാവൻ കിട്ടിയട നിന്നെയൊക്കെ. ഞാനൊരു നമ്പർ ഇടാൻ പോവാണ്, നീ കട്ടയ്ക്ക് കൂടെ നിന്നോളാം. ഷുവർ. കിട്ടി കിട്ടി, ഷാനുവിന്റെ അച്ഛനെ കിട്ടി. ഓ, കറക്റ്റ് ഷാനുവിന്റെ അച്ഛൻ. നാട്ടുകാരങ്ങനെ പലതും പറയും. ഞാനല്ല അവന്റെ അച്ഛൻ. അയ്യോ അതല്ല അമ്മാവ, ഷാനു എന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ. ഞാനും നസ്രിയൊക്കെ അങ്ങനെ വിളിക്കാറ്. ഞങ്ങളുടെ പടത്തിലെ നായകനാണ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ അച്ഛൻ്റെ റോള് ഞങ്ങളുടെ പടത്തിൽ ചെയ്യുന്ന ആരാ? അമ്മാവൻ. അമ്മാവൻ തന്നെ. ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ ബേബി ചേട്ടന്റെ റോൾ ചെയ്തില്ലേ, അലൻസിയർ, അതുപോലത്തെ ഒരു നടനെയാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തേടിയ വള്ളി കാലി ചുറ്റി. അലൻസിയറോ? അതേ നോക്ക്, ഈ നടനെ കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ നിളക്കുട്ടിയുടെ കൂടെ ലോലാക്കോട്ടത്തിൽ അഭിനയിച്ച പയ്യനല്ലേ? അങ്ങനെ അറിയാവുന്ന സിനിമയുടെ പേര് പറ. പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മാവൻ പിന്നെ ആരാ? ഒരു കാര്യം അമ്മാവൻ ഓർക്കണം, മലയാള സിനിമയിൽ തിലകന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അമ്മാവൻ ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന വീടില്ലേ, ആ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വരിക്കാശ്ശേരി മല അമ്മാവന്റെ വീടാണ്. പിന്നെ ദിവസവും ലക്ഷങ്ങളാണ് അമ്മാവ വാടക. ഈ നക്കാപ്പിച്ചൊക്കെ പിന്നെ ആർക്ക് വേണം? പിന്നെ അല്ലാണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ലൊക്കേഷൻ നോക്കാം. പോട്ടെ. എല്ലാം പറഞ്ഞ പോലെ. അമ്മാവ ഒന്ന് ഈ ഗ്യാപ്പിലെ തിലകന്റെ സിനിമയും ഡയലോഗൊക്കെ ഒന്ന് നോക്കി പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ആ ഗാംഭീര്യം വേണം സ്ക്രീനില്. ശരിയാ. അപ്പൊ തിലകൻ കത്തി താഴെ ഇട. എടാ, നിന്റെ അച്ഛനെ കത്തി താഴെ ഇട. കത്തി താഴെ ഇട.